And so this morning I'm going to share God's word with you as a teacher. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇന്ന് ദൈവവചനം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കും. We are all called to follow Jesus. നാം യേശുവിനെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. I am now ordained with the Assemblies of God. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു നിയമിത ശുശ്രൂഷകനാണ്. But I am not following the Assemblies of God. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിനെ അല്ല പിന്തുടരുന്നത്. When I was 17 and a half, the Lord worked in my life and I came out of another church and I went to a Hindi Pentecostal church. 17 വയസ്സുള്ളപ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പ്രവർത്തിച്ച ഒരു നാമധേയ ക്രിസ്തീയ സഭ വിട്ട് ഒരു പെന്തക്കോസ് കൂട്ടായ്മയിലേക്ക് ഒറ്റയ്ക്ക് കാൽ വെച്ചവനാണ് ഞാൻ. I wanted to be a physicist. ഞാനൊരു ഫിസിക്സ് മേഖലയിൽ വലിയൊരു ആളായി തീരുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. But then I felt the call to be going to a seminary. പക്ഷേ ഒരു ബൈബിൾ കോളേജിൽ പോകുവാനുള്ള വിളി എനിക്ക് ആ കാലങ്ങളിൽ ഉണ്ടായി. So I started preaching on the streets at the age of 18. 18 വയസ്സിൽ ഞാൻ ആയിരുന്ന പട്ടണത്തിന്റെ തെരുവുകളിൽ നിന്ന് സുവിശേഷം പറയുവാൻ ഞാൻ ആരംഭിച്ചു. I was a very shy person. I did not expect to become a bold person like that. ഞാൻ വളരെ ഉൾവലിഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസംഗകനാകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. I think my parents were also surprised. എന്റെ ആ ആത്മിക തീഷ്ണത കണ്ട് എന്റെ മാതാപിതാക്കൾ പോലും കണ്ണുതള്ളിപ്പോയി. I was surprised. ഞാൻ പോലും വളരെ അമ്പരന്ന് പോയി. God is good and he called me to follow him in this way. കർത്താവ് നല്ലവനായതുകൊണ്ടും അവിടുത്തെ പദ്ധതി പ്രകാരം എന്നെ ഇങ്ങനെയുള്ള ദൗത്യത്തിന് വിളിച്ചു. God is good and he has called you to follow him in your way that you are following now. ദൈവം നല്ലവനാണ്. അവൻ അവിടുത്തെ ഹിതപ്രകാരം നിങ്ങളെ ആക്കിയിരിക്കുന്ന വഴിയിൽ തന്നെ അനുഗമിക്കുവാൻ നിങ്ങളെയും വിളിക്കുന്നു. And along life journey we need people to walk alongside us and encourage us. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളോട് കൂടെ നടക്കുവാനും ഒപ്പം നടന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനും മറ്റാളുകൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. So I am very very grateful to many people who have been models to me. എൻ്റെ ജീവിതത്തിൽ മാതൃകയായി എൻ്റെ മുൻപിൽ നടന്ന എൻ്റെ കൂടെ നടന്ന അനേകരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. We are all following Jesus. നാം എല്ലാവരും യേശുവിനെ അനുഗമിക്കുന്നു. But in our following Jesus sometimes God brings many special people that we can learn from. നാം യേശുവിനെ അനുഗമിക്കുന്ന ഈ യാത്രയിൽ ചില വ്യത്യസ്ത വിശിഷ്ട വ്യക്തികളെ നമ്മുടെ അനുഗമനത്തിൽ നമ്മളെ സഹായിക്കുവാൻ കർത്താവ് കൂട്ടിച്ചേർക്കുന്നു. So I want to share with you from scripture about one person in scripture that we can learn from. നാം തിരുവെഴുത്തിൽ നിന്ന് യേശുവിനെ അനുഗമിക്കുന്നതിൽ വളരെ പാഠങ്ങൾ പഠിക്കുവാൻ യോഗ്യയായ ഒരു വ്യക്തിയെ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നാം സുവിശേഷങ്ങളെ പഠിക്കുമ്പോൾ not many people are specifically called blessed. തിരുവെഴുത്തിലോ സുവിശേഷങ്ങളോ അനേകരെയും അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഉള്ള ഒരു തസ്തികയിൽ വിളിക്കാറില്ല. So if I ask you which disciple comes to your mind who was called blessed, what would you say? അനുഗ്രഹിക്കപ്പെട്ട എന്ന ആ ഒരു പേര് കിട്ടിയ ആ ഒരു തസ്തിക കിട്ടിയ ഏത് ശിക്ഷനെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? So let me give the chance to the young people first. ഞാൻ ചെറുപ്പക്കാർക്ക് കുഞ്ഞുങ്ങൾക്ക് ആദ്യം അവസരം നൽകുകയാണ്. Who was called blessed? അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വം എന്ന് പറയത്തക്ക നിലയിൽ. Don't be afraid to give a answer that may not be right. തെറ്റായ ഉത്തരമാണെങ്കിലും പേടിക്കണ്ട. Peter. That's right. That's a good answer. പത്രോസിനെ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് വിളിച്ചായിരുന്നു. Yes, in Matthew chapter 16 we read Peter was said, "Blessed are you, Simon, son of Jonah, for flesh and blood has not received." മത്തായി 16 നാം ഈ കാര്യം തന്നെ കാണുന്നു. പത്രോസേ നീ ഭാഗ്യവാൻ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്. But a few lines down Jesus says to him, "Get behind me, അല്പം ചില വാക്കുകൾ കഴിയുമ്പോൾ കർത്താവ് പറയുന്നത് എന്നെ വിട്ടുപോ സാത്താനെ. Anybody else comes to your mind who was called blessed? ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലയിൽ, അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലയിൽ അഭിസംബോധന ചെയ്യപ്പെട്ട വേറെ ഏതെങ്കിലും ശിഷ്യൻ, വേറെ ഏതെങ്കിലും വ്യക്തിത്വം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? John is a good answer, not a right answer. യോഹന്നാൻ നല്ല ഉത്തരമാണ്, പക്ഷെ ശരിയായ ഉത്തരവല്ല. Specifically he is never called. ബൈബിളിൽ ഒരിടത്തും തന്നെ ഭാഗ്യവാൻ എന്ന് വിളിച്ചിട്ടില്ല. Maybe he is the beloved disciple in the Gospel of John, but the Gospel writer never identifies him so. യോഹന്നാന്റെ സുവിശേഷത്തിൽ താൻ പ്രിയ ശിഷ്യനാണെങ്കിൽ പോലും ഭാഗ്യവാൻ. That's what some people think. Yeah. That we don't know who it was. Anyone? Turn in your Bibles to the Gospel of Luke chapter 1. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. I want to bring to you, dear brothers and sisters, before you a person that scripture brings to us as a blessed
disciple. ദൈവദൃഷ്ടിയിൽ തിരുവെഴുത്തിൽ ഭാഗ്യവതി എന്ന പേര് കിട്ടിയ, ഭാഗ്യം ലഭിച്ച എന്ന വ്യക്തിത്വം എന്ന് പറയത്തക്ക നിലയിൽ ദൈവത്താൽ അങ്ങനെയുള്ള അംഗീകാരം കിട്ടിയ ഒരു വ്യക്തിത്വത്തെയാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടുവരുന്നത്. How many disciples did Jesus have? യേശു കർത്താവിന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 is a good answer, not the right answer. 12 നല്ലൊരു ഉത്തരമാണ്, പക്ഷെ ശരിയായ ഉത്തരവല്ല. Jesus, the only right answer is he had many disciples. ഒറ്റ ശരി ഉത്തരമേ ഉള്ളൂ, യേശുവിന് പല ശിഷ്യന്മാരുണ്ടായിരുന്നു. One day, after much prayer, Jesus chose from the many 12. ഒരു ദിവസം അധികം പ്രാർത്ഥനയ്ക്ക് ശേഷം അനേക ശിഷ്യന്മാരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. Why 12? എന്തുകൊണ്ട് 12? Why not 15? എന്തുകൊണ്ട് 15 അല്ല? Allah, why not 15 or 20? എന്തുകൊണ്ട് 15 or 20 അല്ല എന്ന് നാം ചോദിച്ചാൽ, why did Jesus specifically choose 12, call them apostles? Why 12? എന്തുകൊണ്ട് 12 പേരെ മാത്രം തിരഞ്ഞെടുത്തവരെ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചു? 12. Bible, 12. 12 tribes, of course, to represent the 12 tribes of Israel. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് 12 പേരെ That's തിരഞ്ഞെടുത്തത്. why when you read Revelation 21, you will have 12 tribes and 12 apostles to represent the people of God. ദൈവജനത്തെ മൊത്തമായി പ്രതിനിധീകരിക്കുവാൻ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 24 മൂപ്പന്മാരിൽ 12 ഗോത്രങ്ങളും 12 That's അപ്പോസ്തലന്മാരും why when കാണുന്നു. one of them was lost in the book of Acts chapter 1, they had to choose one more to fill that gap. അതുകൊണ്ടാണ് ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ ഒരാളെ കൂടെ ആ ഒരു കാര്യം പൂർത്തീകരിക്കുവാൻ 12ാമനായി മത്തായിയാസിനെ തിരഞ്ഞെടുത്തത്. Even though Matthias is not remembered after that or not described in. അത് കഴിഞ്ഞ പിന്നെ മത്തായിയാസിനെ ഓർക്കുന്നില്ലയിൽ പോലും. Jesus had many disciples. യേശുവിന് അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. I want to suggest to you that the first disciple of Jesus in a very unique way was Mary, the mother of Jesus. ഞാൻ പറയട്ടെ, ഏറ്റവും നിസ്തുല്യ നിലയിൽ മറിയ, യേശുവിന്റെ മാതാവായ മറിയയാണ് യേശുവിന്റെ ആദ്യത്തെ ശിഷ്യ. The first person to believe the gospel was Mary. ഏറ്റവും ആദ്യം സുവിശേഷം വിശ്വസിച്ച വ്യക്തി മറിയയാകുന്നു. What is the gospel? എന്താണ് സുവിശേഷം? If you ask Apostle Paul, അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചാൽ what is the gospel? എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ, This is how he will explain the gospel in Romans 1, 3 and 4. റോമാലേഖനം 1:3-4 വാക്യങ്ങൾ എങ്ങനെയാണ് പൗലോസ് He പറയുന്നത്? said the gospel is about Jesus. സുവിശേഷം യേശുവിനെ കുറിച്ചാണ്. And there are two things about Jesus, he says in Romans 1, 3 and 4. റോമാലേഖനം 1:3-4 വാക്യങ്ങൾ സുവിശേഷത്തെ കുറിച്ച് 2 കാര്യങ്ങൾ താൻ പറയുന്നു. Jesus is the son of David യേശു ദാവീദ് പുത്രനാണ്, and the son of God. യേശു ദൈവപുത്രനാണ്. The gospel is all about Jesus. സുവിശേഷം യേശുവിനെ കുറിച്ച് തന്നെയാണ്. Who is this Jesus? ആരാണ് ഈ യേശു? He is from the long line, the expected line, the son of David. ദാവീദിന്റെ വംശാവലിയിൽ നിന്ന് പ്രതീക്ഷിച്ച ആ പ്രതീക്ഷാ But പുരുഷനായ he മശിഹ. is the son of God. അതേസമയം താൻ ദൈവപുത്രനാണ്. If that is the gospel, അതാണ് സുവിശേഷമെങ്കിൽ who heard the gospel for the first time? ആദ്യം ആരാണ് സുവിശേഷം കേട്ടത്? We come to Luke chapter 1. ലൂക്കോസ് 1 വരുമ്പോൾ, When the angel Gabriel came to Mary, മറിയയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്നപ്പോൾ, chapter 1 verse 31 to 33. 1-ാം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ, Verse 32, he says, he will be great and will be called the Son of the Most High. The Lord God will give him the throne of his father David. നോക്കി ഇവിടെ എന്താ പറയുന്നത്? അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് താൻ വിളിക്കപ്പെടും, തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കും. The first person to hear the gospel about Jesus is Mary. മറിയയാണ് സുവിശേഷത്തിന്റെ കാതലായ വശം ആദ്യമായി കേൾക്കുന്ന വ്യക്തിത്വം. This child in you, born of the Holy Spirit, is the son of David and the son of God. നിന്നിൽ ഭൂജാതനാകുന്ന ഈ തലമുറ, ഈ സന്താനം ദൈവപുത്രനും ദാവീദിന്റെ പുത്രനുമാണെന്ന് ദൂതാണ് മറിയ കേൾക്കുന്നത്. Mary believed the good news. മറിയ ഈ സുവിശേഷത്തെ വിശ്വസിച്ചു. Not only that, the first person to receive Jesus was Mary. മറിയയാണ് യേശുവിനെ ആദ്യം സ്വീകരിച്ച വ്യക്തിത്വം. You and I believe in Jesus. We say like this. നാം എല്ലാവരും പറയുന്നു നാം യേശുവിൽ വിശ്വസിച്ചു. We turn to our heart. We say we receive in our heart. നമ്മൾ ഹൃദയത്തെ തൊട്ട് പറയുന്നു നാം ഹൃദയത്തിൽ അവനെ സ്വീകരിച്ചു. But in a very unique and wonderful, miraculous way,
Mary received Jesus. ഒരു നിസ്തുല്യ അത്ഭുത രീതിയിൽ നാം ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിലും വ്യത്യസ്തമായി മറിയ യേശുവിനെ തന്റെ ഉള്ളിൽ ഏറ്റെടുത്തു. For many people, Christians, when we think about Mary, we have a few hindrances or obstacles in our thinking. പല ക്രൈസ്തവർക്കും മറിയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ പല തടസ്സങ്ങളുണ്ട്. That is mainly because there are three major branches of Christianity, and the way Mary is sometimes looked at in the two major branches of Christianity, we have a problem. ക്രിസ്ത്യാനിത്വത്തിന്റെ 3 ശാഖകളിൽ 2 ശാഖകളിൽ മറിയയെ വീക്ഷിക്കുന്ന ആ പ്രത്യേക ധാരണകൾ നമുക്ക് പലപ്പോഴും ഒരു തടസ്സമായി മാറാറുണ്ട്. And because of that, we in our mind hardly think of her, even though she is found as the blessed person here. ഈ സുവിശേഷത്തിൽ നാം എടുത്ത വേദഭാഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി ഭാഗ്യവതിയായി തന്നെ വെളിപ്പെടുത്തിയെങ്കിലും ഇങ്ങനെയുള്ള മറ്റ് സഭകളിലുള്ള ആശയ ധാരണകൾ നിമിത്തം നമുക്ക് മറിയയെക്കുറിച്ച് ചിന്തിക്കുവാനോ പഠിക്കുവാനോ പലപ്പോഴും കഴിയാതെ even പോകുന്നു. those of us who look carefully at the Bible, we will remember John chapter 2 and verse 4. യോഹന്നാൻ 2:4 നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. What does it say? എന്താ പറയുന്നത്? Jesus is with his mother in a wedding in Cana of Galilee. കാനായിലെ ഒരു വിവാഹ വീട്ടിൽ യേശു തന്റെ മാതാവിനൊപ്പം ഉണ്ട്. And then what happens? A very important part of the festival is the wine, and the wine is over. പ്രത്യേക ആഘോഷത്തിന്റെ പ്രത്യേക അനുഭവമാണ് വീഞ്ഞ് പോരാതെ വരുന്നു. So she comes to Jesus and tells him, they don't have wine. താൻ യേശുവിന്റെ അടുത്ത് വന്ന് മറിയ പറയുന്നു, നമ്മുടെ വീഞ്ഞ് പോരാതെ വന്നു. And what did Jesus tell Mary? യേശു എന്താണ് മറിയോട് പറഞ്ഞത്? By the way, in the Gospel of John, though she is there several times, she is never mentioned by name. ഒരിക്കലും തന്നെ പേരുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷകൻ അഭിസംബോധന ചെയ്യുന്നില്ല. What does he say to his mother? തന്റെ മാതാവിനോട്, അമ്മയോട് യേശു എങ്ങനെയാണ് സംസാരിക്കുന്നത്? Now, if I'm reading in English, it will say something like, "Woman, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ why do you involve me? My hour has not come." സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. How many of you call your mother സ്ത്രീയെ? നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മാതാവിനെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കും? Will you do that? Jesus also did not call his mother സ്ത്രീയെ because he was not speaking in Malayalam. യേശു മലയാളത്തിൽ സംസാരിക്കാത്തത് കൊണ്ട് സ്ത്രീയെ നല്ല വിളിച്ച്. He did not call his mother woman because he was not speaking in English. ഇംഗ്ലീഷിൽ സംസാരിക്കാത്തത് കൊണ്ട് യേശു വിമൻ എന്നല്ല വിളിച്ച്. In the Greek, the word is gunai, and Jesus also did not call her gunai because Jesus was speaking in Aramaic. ഗ്രീക്കിൽ ഗുണായ് എന്ന വാക്കാണ്. ആ വാക്ക് പോലും അല്ല, യേശു അരാമ്യ ഭാഷയിലാണ് സംസാരിച്ചത്. Let's try to understand what did Jesus actually say to her. യേശു എന്താണ് മറിയോട് പറയുന്നത്? See, the Greek word for woman is gune. സ്ത്രീക്കുള്ള യവനായ വാക്ക് ഗുണേ എന്നാണ്. That is why you have gynecology. അതിൽ നിന്നാണ് ഗൈനക്കോളജി എന്ന വാക്ക് വരുന്നത്. So when you address a gune, you call her gunai. നമ്മൾ അതുകൊണ്ട് സ്ത്രീയെ അഭിസംബോധന ചെയ്യുമ്പോൾ സ്ത്രീയെ ഗുണായി എന്ന് വിളിക്കും. But in the Greek culture, gunai is a respectful word. പക്ഷേ യവനായ സംസ്കാരത്തിൽ ഗുണായി എന്ന വാക്ക് വളരെ മാന്യമായ ഒരു അഭിസംബോധനയാണ്. It's like saying madam or lady. മാഡം, ലേഡി എന്ന് പറയുന്നത് പോലെ, മാം എന്ന് പറയുന്നത് പോലെ. This is one of the challenges you and I must remember in mind when we are reading a translation of the Bible. ബൈബിളിന്റെ ഒരു തർജ്ജിമ വായിക്കുമ്പോൾ ഉള്ള ഒരു വെല്ലുവിളി ഇതാണെന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. And because the moment you put സ്ത്രീയെ, which is technically right but not the best translation, we have a wrong idea about Mary. അതുകൊണ്ട് സ്ത്രീയെ എന്ന തർജ്ജിമ നമ്മൾ എടുക്കുമ്പോൾ ടെക്നിക്കലായിട്ട് അത് ശരിയാണെങ്കിൽ പോലും അതിന്റെ ആ ചരിത്ര പശ്ചാത്തലവുമായിട്ട് വേർപെട്ട് നിൽക്കുന്നത് കൊണ്ട് അവിടെ ഒരു ഒടക്ക് നമുക്കുണ്ടാകും. Because of that reason, several languages like Kannada and Telugu have the translation amma. അതുകൊണ്ട് പല തർജ്ജിമകളിൽ കന്നഡയിലും തെലുങ്കിലും അമ്മ എന്നാണ് ഇവിടെ കാണുന്നത്. Jesus was not trying to call her like she's like any other woman. ഏതോ ഒരു സ്ത്രീയെ പോലെ ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീയെ എന്നല്ല യേശു വിളിക്കാൻ Even in the ആഗ്രഹിക്കുന്നത്. Gospel of John on the cross, Jesus cared for his mother. അതേ യോഹന്നാന്റെ സുവിശേഷത്തിൽ മരണത്തിൽ താൻ ക്രൂശിന്മേൽ പിടഞ്ഞു മരിക്കുമ്പോഴും തന്റെ അമ്മയ്ക്ക് വേണ്ടി കരുതുന്ന യേശു. Respectfully, Jesus is telling his mother something very important. വളരെ പ്രാധാന്യമുള്ള ദൂത് തന്റെ അമ്മയ്ക്ക് കൈമാറുകയാണ്. He said, "Mother, do you realize that my hour has not started yet?" അമ്മേ, എന്റെ ആ നാഴിക ഇതുവരെ ആരംഭിച്ചിട്ടില്ല. In the Gospel of John, what is this hour? എന്താണ് ഈ നാഴിക? യോഹന്നാന്റെ സുവിശേഷം. In the Gospel of John, the hour
is the hour on the cross. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാഴിക എന്ന് പറയുന്നത് യേശുവിന്റെ മരണത്തിന്റെ നാഴികയാണ്. And what he's telling his mother is, once I start doing miracles, I will start like a plane on a runway. I will just take off and go to the cross. എന്റെ നാഴിക വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ, ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ, ഒരു റൺവേയിൽ നിന്ന് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുവാൻ റൺവേയിൽ കൂടി ഓടുന്നത് പോലെ മരണത്തിലേക്ക് ഏറ്റവും അടുത്ത് നീങ്ങുകയാണ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ. In the Gospels, in the New Testament, Mary is held up as a model for us as disciples. പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ മറിയയെ ശിഷ്യന്മാർക്ക്, ശിഷ്യഗണത്തിന് ഒരു മാതൃകയായിട്ട് വരച്ചു കാട്ടിയിരിക്കുകയാണ്. So we look in chapter 1 and verse 42. അതുകൊണ്ടാണ് ലൂക്കോസ് 1:42 നാം കാണുന്നത്, Mary, when she comes to the house of her relative Elizabeth, എലിസബത്തിന്റെ ഭവനത്തിൽ വരുമ്പോൾ മറിയയെ കുറിച്ചുള്ള അഭിസംബോധന. it's amazing. You have an old woman full of the Holy Spirit who calls her blessed. വൃദ്ധയായ എലിസബത്ത്, ആ വൃദ്ധയായ സഹോദരി മറിയ എന്ന ചെറുപ്പക്കാരിയെ കണ്ട് നീ ഭാഗ്യവതിയാന്ന് പറയുകയാണ്. And look at verse 45. 45 വാക്യം എന്താ പറയുന്നത്? Again she says, blessed is the one who has believed. വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. Again look at the song of Mary. മറിയയുടെ ഗീതം എന്ന് പറയുന്ന ഗീതത്തിൽ നോക്കിയാൽ Verse 48, Mary says, from now on all generations will call me blessed. 47 ഭാഗത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഇനി മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പറയും. No one in the Gospels is called blessed 3 times. 3 തവണ ഭാഗ്യവതി, ഭാഗ്യം ലഭിച്ചവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന അർത്ഥം വരുന്ന പ്രയോഗം വേറെ ഒരു വ്യക്തിയെ കുറിച്ചും പറയുന്നില്ല. But this girl who attended the VBS in the teens class is called blessed. പക്ഷേ ഈ ടീനേജ് പ്രായത്തിലുള്ള, VBS പ്രായത്തിലുള്ള ഈ പെൺകുട്ടിയെ 3 തവണ തിരുവെഴുത്തിൽ ഭാഗ്യവതി എന്ന് വിളിക്കുകയാണ്. Remember friends, our children are not the church of tomorrow, they are the church of today. നാളത്തെ സഭയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ ഇന്നത്തെ സഭയാണ്. We need to respect children. നാം കുഞ്ഞുങ്ങളെ ബഹുമാനിക്കണം. A 12-year-old can amaze grown-ups like us. 12 വയസ്സുള്ള വ്യക്തിക്ക് ഇങ്ങനത്തെ പ്രായം ചെന്ന് നമ്മളെ ആശ്ചര്യപ്പെടുത്തുവാൻ കഴിയും. Mary is a model disciple of Jesus. മറിയ യേശുവിന്റെ ഒരു മാതൃക അവലംബിക്കുവാൻ കൊള്ളാമെന്ന മാതൃക ശിഷ്യയാണ്. She was a different disciple, sure. അവൾ ഒരു വ്യത്യസ്ത ശിഷ്യയാണ്, ഞാൻ She അംഗീകരിക്കുന്നു. was the mother of her Lord. ആ കർത്താവിന്റെ, തന്റെ കർത്താവിന്റെ തന്നെ മാതാവായിരുന്നു താൻ. But we read at the end of his life in Acts chapter 1, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, when Jesus is resurrected and ascended, യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ, Acts chapter 1, 13 and 14, അപ്പോസ്തലപ്രവൃത്തി 1:13-14 വാക്യങ്ങളിൽ we read that the 11 disciples are mentioned by name. 11 ശിഷ്യന്മാരെ പേരെടുത്ത് പറയുന്നുണ്ട്. And after that it says, these together with the women and Mary the mother of Jesus were gathering together, the 120. 120 പേരുടെ ആ പട്ടികയിൽ 11 ശിഷ്യന്മാരെ പേരെടുത്ത് പറഞ്ഞ് അവരോടുകൂടെ സ്ത്രീകളും പ്രത്യേക യേശുവിന്റെ അമ്മയായ മറിയ. So in that 120 on the day of Pentecost, there are 11 men and Mary the mother of Jesus. ആ പെന്തക്കോസ്ത് നാളിൽ 11 പുരുഷന്മാർ, അപ്പോസ്തലന്മാരുണ്ട്, അവരോട് കൂടെ മറിയയുമുണ്ട്. We can believe, therefore, after that we don't read anything about Mary in the New Testament. പുതിയ നിയമത്തിൽ അതിനുശേഷം പിന്നീട് മറിയയെ കുറിച്ച് ഒരു പരാമർശവുമില്ല. We can believe that she continued to be with the people of God. അതിനുശേഷം ദൈവജനത്തോടൊപ്പം താൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. This morning I want to bring her life as a model for us to learn from. നാം പഠിക്കേണ്ട ഒരു ഉദാത്ത മാതൃകയായി മറിയയുടെ ജീവിതത്തെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടുവാൻ ഞാൻ There ആഗ്രഹിക്കുന്നു. are 4 simple things I want to speak about Mary. മറിയയുടെ ജീവിതത്തിൽ നിന്ന് 4 വളരെ ലളിതമായ സത്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ വരയ്ക്കുവാൻ But ആഗ്രഹിക്കുന്നു. I want us to now all stand together and sing the song of Mary. നാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മറിയയുടെ ഗീതം നാം ഒരുമിച്ച് പാടാൻ പോകുകയാണ്. That is chapter 1 verse 46 to 55. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ അതിന്റെ 55 വരെയുള്ള വാക്യങ്ങളാണ്. And I want us to stand, please. നാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ പാട്ട് നമ്മൾ ചേർന്ന് പാടും. We're going to sing a song, meaning we'll read the text, and I would like somebody to come and read it
in Malayalam. ഒരാൾ മുൻപിൽ വന്ന് മലയാളത്തിൽ അത് വായിച്ചാലും. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. Thank you. You may be seated. നമുക്ക് സ്വസ്ഥാനങ്ങളിരിക്കാം. I encourage many of you children, memorize the song of Mary. മറിയയുടെ ഈ ഗീതം നിങ്ങൾ കാണാതെ പഠിക്കുവാൻ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. Mary is the first Christian theologian. മറിയയാണ് ആദ്യത്തെ ക്രിസ്തീയ ദൈവശാസ്ത്രജ്ഞ. Because when she sings this song, her theology comes out, and remember, she has Christ in her. താൻ ഈ പാട്ട് പാടുമ്പോൾ അവളുടെ ദൈവശാസ്ത്രമാണ് പുറത്തേക്ക് ഒഴുകി വരുന്നത്. തന്റെ ഉള്ളിൽ ഉദരത്തിൽ ആ സമയത്ത് താൻ യേശുവിനെ പേറുന്ന സമയമാണ്. So from the song of Mary and from her life, I want to share with you 4 things that you and I, every one of us, can learn from. മറിയയിൽ നിന്ന് പഠിക്കാവുന്ന 4 സവിശേഷതകൾ, ഗുണങ്ങൾ ഈ തുടർന്നുള്ള സമയം നിങ്ങളുടെ മുൻപാകെ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. Number 1. ഒന്നാമത്തെ കാര്യം, when the angel spoke to her, she had a questions, but at the end, what did she say in verse 38? നാം കാണുന്നത് ദൂതൻ സംസാരിക്കുമ്പോൾ തനിക്ക് പല ചോദ്യങ്ങളുണ്ടെങ്കിൽ 38-ാം വാക്യത്തിൽ വരുമ്പോൾ തന്റെ ആ സമർപ്പണത്തിന്റെ പ്രതികരണമാണ്. She says, I am the Lord's servant. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. The first word, ഒന്നാമത്തെ വാക്ക് is the word servant. ദാസി എന്ന വാക്ക്. Write it down. അത് എഴുതി വെക്കുക. Servant. ദാസി. I'm a Pentecostal. ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്. Many times in our Pentecostal churches we talk about Kartavinda Dasan. നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ കർത്താവിന്റെ ദാസന്മാരെ കുറിച്ച് പറയാറുണ്ട്. Usually if I ask, tell me who's your favorite servant of God, most people will talk about a preacher. ഒരു പ്രസംഗനെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കത്തുള്ള കർത്താവിന്റെ ദാസൻ എന്ന വാക്ക് ചോദിച്ചാൽ You'll say Pastor Abi Ayru. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർത്താവിന്റെ ദാസൻ ആളെന്ന് ചോദിച്ചാൽ മേ ബി കർത്താവിന്റെ ദാസൻ നബി ആയിരുന്നു എന്ന് പറയും. But the Bible challenges our narrow ideas of Kartavinda Dasan. ദാസൻ എന്ന ദാസി എന്ന ആ പ്രയോഗത്തെ ആർക്കാണ് നമുക്ക് ചാർത്തുവാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ബൈബിൾ നമ്മുടെ ഇടുങ്ങിയ ചിന്തകളെ ചോദ്യം ചെയ്യുകയാണ്. I think we are going to be very surprised and shocked in the age to come. വരുവാനുള്ള യുഗത്തിൽ നാം വളരെ ഞെട്ടുവാൻ ഇടയായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Because we have put preachers on a pedestal. നാം പ്രസംഗകരെ മാത്രം ഒരു പ്രത്യേക തസ്തികയിൽ അവരെ കിളത്തി വെച്ചിരിക്കുന്നു. Usually when we have a big meeting, all those sitting in the front are men preachers. പുരുഷന്മാരും പ്രസംഗകരും മാത്രമേ വേദിയുടെ മുന്നിൽ ഇരിക്കത്തുള്ളൂ. We think that only preachers are loved by God. ദൈവം പ്രസംഗകരെ വിശേഷാൽ സ്നേഹിക്കുന്നു എന്നാണ് നമ്മുടെ ചിന്ത. And we are less than 1% of the church. ആ പ്രസംഗകർ എന്ന് പറയുന്നത് ഞങ്ങൾ സഭയുടെ 1% താഴെയാണ്. We need to learn from Mary. നാം മറിയയിൽ നിന്ന് പഠിക്കേണ്ട പാഠം, that a teenager in VBS അറ്റൻഡ് ചെയ്യാൻ പ്രായമുള്ള ഒരു ടീനേജർ has been chosen to be the one person in the whole universe, in the whole creation, to receive God. ദൈവത്തെ തന്നിൽ തന്നെ പേറുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യത്യസ്ത ദാസിയായി ആ പെൺകുട്ടിയെ ടീനേജറിനെ കർത്താവ് തിരഞ്ഞെടുക്കുക. So the Bible actually says all of God's people are called to be servants of God. ദൈവവചനം അസന്നിഗ്ധമായി പറയുന്ന സത്യമാണ്. ദൈവമക്കളെ എല്ലാവരെയും ദൈവത്തിന്റെ ദാസന്മാരായിട്ടാണ് ദൈവം കണ്ടിരിക്കുന്നത്. So when we read in the book of Exodus chapter 19 verse 5 and 6, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ Israel, the whole of people, the whole Israel is called a holy nation.
ഇസ്രായേലിനെ മൊത്തമായി വിളിക്കുന്നത് ഒരു വിശുദ്ധ ദേശം വംശമായിട്ടാ, a royal priesthood. ഒരു രാജകീയ പുരോഹിതന്മാർ. All of Israel, every single one was called to be a priest. ദൈവത്തിന്റെ പൗരോഹിത്യ വൃന്ദമായി മാറുവാനാണ് ഇസ്രായേൽ ജനത ഒന്നടങ്കം ദൈവം വിളിച്ചത്. But some among them were also called to be priests. അതേസമയം ഈ പൗരോഹിത്യ വംശത്തിൽ നിന്ന് ചിലർക്ക് പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിച്ചു. So while all of us, every one of us is called to be a servant of God, നമ്മളെ എല്ലാവരെയും ദൈവദാസന്മാരായി ദാസിമാരായി വിളിച്ചിട്ടുണ്ട്. God may call some of us to also serve as pastors, teachers, apostles, evangelists. ആ ദാസന്മാരായ ദൈവമക്കളുടെ ഗണത്തിൽ നിന്ന് ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, ഉപദേഷ്ടാക്കന്മാരെ, ഇടയന്മാരായി വിളിക്കും. This woman whom the angel Gabriel comes and speaks to, and whom God is calling by his spirit the blessed one, what did she do? എന്താണ് ഗബ്രിയേൽ ദൂതൻ വന്ന് വിളിക്കുന്ന ഈ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടി ദൈവത്തിന് വേണ്ടി ദൈവദാസിയായി എന്താ ചെയ്തത്? We don't read about her that she became a great preacher. താൻ വലിയൊരു പ്രസംഗിയായി മാറിയതായി നാം വായിക്കുന്നില്ല. The first thing that she did was she became pregnant and she gave birth to a baby. താൻ ആദ്യം ചെയ്തത് താൻ ഗർഭവതിയായ ഒരു കുഞ്ഞിനെ ജന്മം നൽകി. And the moment you have a baby, ഒരു കുഞ്ഞുണ്ടായാൽ, ask Pastor Joe and Sarah, life changes. ജോയോടും സാരോടും ചോദിച്ചാൽ അവരുടെ ജീവിതം മാറും. Not just them, all of us who had children. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായ എല്ലാവർക്കും അതറിയാം. The hardest job in the world is not the job of a pastor, is that of a mother. ഒരു പാസ്റ്ററുടെ ജോലിയല്ല ലോകത്തിലെ ഏറ്റവും കഠിനമായ ജോലി, ഒരു അമ്മയുടെ ദൗത്യമാണ് ഏറ്റവും കഠിനമായ I am ദൗത്യം. not saying pastor's job is not difficult. പാസ്റ്ററുടെ ദൗത്യം കഠിനമല്ലെന്നല്ല ഞാൻ I പറയുന്നത്. am saying the job of a mother is glorious. ഒരു അമ്മയുടെ ദൗത്യം, അമ്മയുടെ വിളി മഹത്വമുള്ളതാണ്. And Mary, as far as we read scripture, our reading of scripture, had other children. മറിയയുടെ ജീവിതത്തെക്കുറിച്ച് തിരുവെഴുത്തിന്റെ മറ്റു ഭാഗങ്ങൾ പഠിക്കുമ്പോൾ തനിക്ക് മറ്റു കുഞ്ഞുങ്ങളും ഉണ്ടായി. My father's family, my mother's family, they had 8 children. എന്റെ പിതാവിന്റെ കുടുംബത്തിലോ എന്റെ മാതാവിന്റെ കുടുംബത്തിലോ 8 കുഞ്ഞുങ്ങളായിരുന്നു അവർ. Nowadays people have 2 or 3. ഇന്ന് 2 3 ഉള്ളു, right? And with 2 or 3 children, parents say, ayyo, ayyo, ayyo. 2 3 കുഞ്ഞുങ്ങളെ ഉള്ളു, പക്ഷെ അയ്യോ 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 എന്നാ വെക്കുന്നേ. But in the olden days, our ammachis used to have how many? 8, 10, how many? എത്ര ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അമ്മച്ചിമാർ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ എത്ര മക്കൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലൊക്കെ? പറ. 10. Last year I was preaching in Nepal. കഴിഞ്ഞ വർഷം ഞാൻ നേപ്പാളിൽ പ്രസംഗിക്കുകയായിരുന്നു. And my student Mukund Prasad Rijal, he was interpreting for me. മുകുന്ദ് പ്രസാദ് റിജാൽ എന്ന് പറയുന്ന എന്റെ വിദ്യാർത്ഥി എനിക്ക് തർജ്ജമ ചെയ്യുകയായിരുന്നു. And I had talked with him before the message. ആ സന്ദേശത്തിന് മുൻപ് ഞാൻ തന്നോട് സംസാരിച്ചു. I asked him how many children in his family. നിന്റെ വീട്ടിൽ എത്ര മക്കളുണ്ടെന്ന് ഞാൻ എന്റെ വിദ്യാർത്ഥിയോട് ചോദിച്ചു. You will be shocked. നിങ്ങൾ ഞെട്ടിപ്പോകും. He was number 22. തന്റെ വീട്ടിലെ 22ാമത്തെ പൈതലായിരുന്നു താൻ. I know you find it difficult to believe, so did I. അത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നും. After that also his mother had a few more. അത് കഴിഞ്ഞ് അല്പം ചില കുഞ്ഞുങ്ങളൂടെ ഉണ്ടായി. Out of that 10 of them died young. അതിൽ 10 പേര് ബാല്യത്തിൽ തന്നെ മരിച്ചു. Mary had how many children? മറിയക്ക് എത്ര മക്കളുണ്ടായിരുന്നു? Okay, let us read Mark chapter 6 verse 3. മർക്കോസ് 6:3 നമുക്ക് അതിന്റെ മറുപടി കാണാം. Quickly somebody read it if you got it. Yeah, read Mole. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ഷിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു. How many brothers are mentioned by name here? എത്ര സഹോദരന്മാരെ പേരെടുത്ത് പറയുന്നുണ്ട്? 4 brothers. 4 സഹോദരന്മാർ. So how many boys? എത്ര ആൺപിള്ളാര്? 5 boys. ആ വീട്ടിൽ 5 ആൺപിള്ളാരുണ്ട്. Mothers who have just 2 boys, they say, oh yo. 2 ആൺപിള്ളാരുള്ളവർക്ക് തന്നെ ബുദ്ധിമുട്ടാ. 5 boys. 5 ആൺപിള്ളാര്. How many sisters? എത്ര സഹോദരിമാര്? Not mentioned. പേരെടുത്ത് പറഞ്ഞിട്ടില്ല. And their name is also not mentioned. പേരും പറഞ്ഞില്ല, എടുത്തു പറഞ്ഞിട്ടുമില്ല. That happens in many cultures. അതെല്ലാ സംസ്കാരങ്ങളിലും നടക്കാറുണ്ട്. The boys get the name, the girls don't get a name. ആൺപിള്ളാരുടെ പേരെടുത്ത് പറയും, പെൺപിള്ളാരുടെ പേരെടുത്ത് പറയും. 2000 years ago culture, yes. അത് 2000 വർഷം മുമ്പത്തെ സംസ്കാരമാണ്. And so at least two sister minimum. 2 സഹോദരിമാരെങ്കിലും ഉണ്ട്. So how many? എത്ര ഉണ്ട്? 7 minimum, 7 children. 7 മക്കളെങ്കിലും ആ വീട്ടിൽ വളർന്നു. How is life? എങ്ങനായിരിക്കും ജീവിതം? Full.
പൂർണ്ണം. Her main job was feeding, giving them bath, and taking care of children. കുളിപ്പിക്കുക, കഴിപ്പിക്കുക, അവരെ വളർത്തുക, ഇതായിരിക്കും And തന്റെ in പ്രധാന the ദൗത്യം. middle of that, like John Wesley's mother who had 16 children, 16 മക്കളുള്ള ജോൺ വെസ്ലിയുടെ അമ്മയെ പോലെ ഇതിന്റെ നടുവിൽ teaching them scripture. ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുക. She was a servant of God. താൻ ദൈവദാസിയായിരുന്നു. She served God in her calling. തന്റെ വിളിയിൽ താൻ കർത്താവിനെ സേവിച്ചു. I believe that instead of the word ministry, ശുശ്രൂഷ എന്ന വാക്കിനേക്കാളും we need to use a broader word, calling വിളി എന്ന വാക്കാണ് അല്പം കൂടെ നല്ലത്. or vocation. പ്രത്യേക ദൗത്യം എന്ന വാക്ക്. Many times in the English word vocation also we don't use it well. We say vocational training means second level training where we don't want our children to go. We want only poor people's children to go there. VHS എന്നൊക്കെ പറയുമ്പോൾ പാവങ്ങളായ കുഞ്ഞുങ്ങൾ പോയി പഠിക്കുന്നതാണ് നമ്മുടെ വൊക്കേഷണൽ. So calling, it means calling. വിളി എന്ന അർത്ഥം. The calling of a mother is nowhere lower than the calling of a preacher. ഒരു പ്രസംഗകനേക്കാൾ ഒട്ടും കുറഞ്ഞതല്ല ഒരു അമ്മയുടെ വിളി. ആമേൻ. ഹല്ലേലൂയ. Amen. Your pastor is saying that. He believes that. So some of you may have more than one calling. ഒരു വ്യക്തിക്ക് ഒന്നിലധികം വിളി കാണാം. You can be a school teacher and you can also be an evangelist. നിങ്ങൾ ഒരു സ്കൂൾ അധ്യാപകനോ ആകാം. നിങ്ങൾ ഒരു മറ്റൊരു വിളിയുള്ള വ്യക്തിയുമാകാം. Like a preacher. ഒരു പ്രസംഗകനാകാം. That doesn't mean you are doing some other secular work and then part-time you're doing ministry. That's not what it അതിന്റെ means. അർത്ഥം നിങ്ങൾ ഒരു സെക്യുലർ ജോലി ചെയ്ത് പാർട്ട് ടൈം മിനിസ്ട്രി ചെയ്യുക എന്നല്ല. I want to quickly look at these 4 points and I want to bring Paul and Jesus along with them. ഈ 4 മറിയയുടെ ജീവിതത്തിലെ സവിശേഷതകൾ നോക്കുമ്പോൾ തന്നെ പൗലോസിനെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയും ചേർത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. What is the first word I gave you? നിങ്ങൾക്ക് ആദ്യത്തെ വാക്ക് എന്താ? Servant. ദാസി. Our Lord Jesus, when he came into the world, what did he try to teach his disciples? തന്റെ ശിഷ്യന്മാരെ ഇഹലോകത്തിൽ വന്നപ്പോൾ കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ച അതിപ്രധാനപ്പെട്ട പാഠം എന്താ? Mark chapter 10 verse 45. മർക്കോസ് 10:45. Which probably can be called the central text of Mark. മർക്കോസിന്റെ ഏറ്റവും മധ്യഭാഗം എന്ന് പറയാൻ The കഴിയും. Son of Man did not come to be served, but to serve and give his life as a ransom for many. മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി When Apostle Paul speaks about Jesus in that amazing passage in Philippians 2, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ യേശുവിനെ വിവരിക്കുന്ന വർണ്ണിക്കുന്ന ആ വേദഭാഗത്തിൽ പൗലോസ് from verse 5 to 10, 5 മുതൽ 10 വരെയുള്ള he വാക്യങ്ങളിൽ says, God became human and became a servant and then gave up his life. ദൈവം മനുഷ്യനായി തീർന്നെന്ന് മാത്രമല്ല ദാസവേഷമെടുത്ത് ദാസനായി തീർന്നു, ജീവനെ ക്രൂശിൽ അർപ്പിച്ചു. You and I are following a servant king. ഒരു ദാസനായ രാജാവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. And if God becomes a servant, ദൈവം ദാസവേഷമെടുത്ത് ദാസനായെങ്കിൽ we are called to be servants too. നമ്മളെയും വിളിച്ചിരിക്കുന്നത് ദാസന്മാരാകാനാണ്. But we have to be very careful that when some people get called servant of God, we don't make them king. നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ ദൈവദാസൻ എന്ന പേര് വിളിക്കുമ്പോൾ അവനെ രാജാവാക്കുകയല്ല. We become servants and we are called to pour out our life in sacrificial love. സെർവന്റ് അല്ലെ ദാസനാകുമ്പോൾ നമ്മുടെ ജീവനെ ഒരു പാനീയയാഗമായി ത്യാഗപൂർണ്ണ സേവനത്തിന് അർപ്പിക്കുക. Look at the life of Apostle Paul. പൗലോസിന്റെ ജീവിതം നോക്കിയേ. Read 2 Corinthians. 2 കൊരിന്ത്യർ ലേഖനം വായിച്ചാലും In 2 Corinthians 4:5 Paul says, 2 കൊരിന്ത്യർ 4:5 പൗലോസ് പറയുന്നത്, we are your servants for Christ's sake. ക്രിസ്തു നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാർ. Sometimes preachers may be tempted to say to people, I am a servant of God, I am not your servant. പലപ്പോഴും ദൈവദാസന്മാർ പറയും, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, നിങ്ങളുടെ ദാസരല്ല. So I don't have to be accountable to you. നിങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. Paul is saying in 4:5, 2 Corinthians 4:5, 2 കൊരിന്ത്യർ 4:5 പൗലോസ് പറയുന്നത്, I am your servant. ക്രിസ്തു നിമിത്തം ഞാൻ നിങ്ങളുടെ ദാസന്മാരാണ്. And by the way, this church gave him a lot of pain. ഈ സഭ തനിക്ക് വലിയ വേദന കൊടുത്ത സഭയാ. That's why he had to write so much to them. ഒത്തിരി എഴുതേണ്ടി വന്നു, അത്രയ്ക്ക് നെടുവീർപ്പ് ഏകിയ സഭയാ. Thank God we have all those writings. ആ എഴുത്തുകളൊക്കെ നമുക്ക് കിട്ടിയതോർത്ത് സ്തോത്രം. He said, I am your servant. ഞാൻ നിങ്ങളുടെ ദാസനാ.
Our God is a servant king. നമ്മൾ സേവിക്കുന്ന ആരാധിക്കുന്ന ദൈവം Hallelujah. ദാസനായ ഒരു രാജാവാ. ഹല്ലേലൂയ. We are called to be servants like Mary. മറിയെ പോലെ ദാസരായി മാറുവാനാണ് നമ്മുടെ By the way, that is what you should remember at that wedding at Cana. When there was a problem, the servants are the one who do the work. നോക്കിയേ, കാനയുടെ കല്യാണ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആരാണ്? ദാസന്മാർ. By the way, the disciples of Jesus are mentioned there, but nobody is mentioned about what they did. ആ കല്യാണ വീട്ടിൽ ശിഷ്യന്മാരുടെ കാര്യം വിവരിക്കുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും അവരെന്താ ചെയ്തതെന്നും അവിടെ പറയുന്നില്ല. Some of us are very, very good at telling people why there is a problem, their fault. നമ്മൾ ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുമ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടായെന്ന് പറയാൻ നമ്മൾ എല്ലാവരും മിടുക്കരാണ്. But a servant thinks about what they can do to serve. എന്താണ് സേവനവുമായി സേവിക്കുവാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്നതെന്നാണ് ദാസൻ ചിന്തിക്കുന്നത്. പ്രശ്നം കണ്ടുപിടിക്കുന്നവനല്ല ദാസൻ, പ്രശ്നത്തിന്റെ പരിഹാരത്തിന് പ്രവർത്തിക്കുന്നവനാണ് So ദാസൻ. during this VBS, many of you got opportunities to learn to do something. എന്തെങ്കിലും ചെയ്യുവാൻ, ശുശ്രൂഷിപ്പാൻ, സേവിക്കുവാൻ ഈ VBS കാലയളവിൽ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടായി. The second thing we learned from Mary, മറിയയിൽ നിന്ന് പഠിക്കുന്ന രണ്ടാമത്തെ പാഠം, when we looked at the song of Mary, മറിയയുടെ ഗീതം നാം പാടുമ്പോൾ പഠിക്കുമ്പോൾ, anybody who knows about the songs of scripture in the Old Testament, പഴയ നിയമത്തിലെ ഗീതങ്ങൾ, പാട്ടുകളെ കുറിച്ച് അറിയാമെന്നവർ at once they realize, aha, this raga, this is a same raga of Hannah. ഹന്നയുടെ അതേ കീർത്തനത്തിന്റെ ചോട് പിടിച്ചാണ് മറിയ പാടുന്നതെന്ന് തിരുവെടുത്തറിയാവുന്നവർക്ക് First മനസ്സിലാകും. Samuel chapter 2 verses 1 to 10. 1 ശമൂവേൽ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, When you get time, this can be an assignment in your Sunday school. Write down what is there in 1 Samuel chapter 2, 1 to 10 and the song of Mary and see where there is a connection. സൺഡേ സ്കൂളിലെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു അസൈൻമെന്റ് ആണ്, ഒരു പഠനത്തിന് സഹായമാണിത്. 1 ശമൂവേൽ 2-ാം അധ്യായത്തിലെ ഹന്നയുടെ കീർത്തനവും ഇവിടെ മറിയയുടെ കീർത്തനവും തമ്മിലുള്ള താരതമ്യ പഠനം നടത്തി ഇതിലെ സമാനതകളെ നമുക്ക് കണ്ടെത്താം. Mary, her song is full of scripture. മറിയയുടെ കീർത്തനം തിരുവെടുത്തിനാൽ പൂരിതമാണ്. So when she sings full of the Holy Spirit, scripture comes out of താൻ her. ആത്മനിറവിൽ പാട്ട് പാടുമ്പോൾ പുറത്തേക്ക് പൊട്ടി ഒഴുകുന്നത് തിരുവെടുത്തിലെ വചനങ്ങളാണ്. Mary is an example and she is a young girl. Please understand, she's a teenager. നിങ്ങൾ മനസ്സിലാക്കണം, തന്നെ ഒരു കുമാരിയാണ്, കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടിയാണ്. She's not one who grew up and went to seminary and did an MDiv and all that. ബൈബിൾ കോളേജിൽ പോയി MDiv പഠിച്ച ആളല്ല മറിയ. She's a teenager. ഒരു ടീനേജ് പെൺകുട്ടിയാ. But she obviously is a devout student of scripture. തിരുവെഴുത്തിനെ വളരെ കാര്യമായി ഗൗരവമായി മനസ്സിരുത്തി പഠിച്ച തിരുവെഴുത്തിന്റെ ഒരു വിദ്യാർത്ഥിയാണ്. We need to all become sincere, devout students of scripture. തിരുവെഴുത്തിന്റെ വിദ്യാർത്ഥികളായി, പഠിതാക്കളായി നാം മാറണം. Everybody cannot go to Bible college. എല്ലാവർക്കും ബൈബിൾ കോളേജിൽ പോകാൻ കഴിയത്തില്ല. But especially today, there are many resources we all can learn. നമുക്ക് ഒത്തിരി സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് വ്യക്തിപരമായി പഠിക്കാം. It's not just to learn and to understand. അറിവ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു പഠനമല്ല. It is so that we can know about God through scripture. തിരുവെഴുത്തിൽ കൂടി നാം ആരാധിക്കുന്ന ദൈവത്തെ അറിയുവാൻ വേണ്ടിയാണ്. So when we come to the next chapter, നാം അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ it does not surprise us to learn that the 12-year-old Jesus is also a devout student of scripture. അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ഈ മറിയ പേറിയ 12 വയസ്സുള്ള ബാലനായ യേശുവും തിരുവെഴുത്തിന്റെ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. Where do you think he learned it from? എവിടെ നിന്നാണ് യേശു ബാല്യത്തിൽ തന്നെ വചനം ഇത്ര ചൊവ്വായി We know പഠിച്ചെടുത്തത്? the story in Luke chapter 2. ലൂക്കോസ് 2-ലെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. Jesus' family went to Jerusalem. On the way, Jesus is missing. They came back. And what was Jesus doing? നോക്കിയേ, യേശുവിന്റെ വീട്ടുകാർ യേശുവിനെ യെരൂശലേമിൽ വിട്ടേച്ചു പോകുന്നു. 3 ദിവസം കഴിഞ്ഞ് അവർ മടങ്ങി വരുന്നു. യേശുവിനെ കണ്ടെത്തുമ്പോൾ യേശു എന്താ ചെയ്യുന്നത്? Luke chapter 2 verse 46 and 47. ലൂക്കോസ് 2-ന്റെ 46-47 വാക്യങ്ങൾ. It says he was listening to them. അവൻ അവരെ കേൾക്കുകയായിരുന്നു. It's not that he was giving lectures. അവർക്ക് ക്ലാസ് എടുക്കുകയല്ല. He was listening to these
grown up senior teachers of the law. ഈ ന്യായപ്രമാണത്തിന്റെ മുതിർന്ന അധ്യാപകർ പറയുന്നത് ചെവി തുറന്ന് And കേൾക്കുകയാണ്. the next thing it says, he was asking questions. കേൾക്കുക മാത്രമല്ല, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. And they says they were surprised at his sunesis, his understanding, തന്റെ അറിവ്, വചനത്തിലുള്ള ഗ്രാഹ്യത്തിൽ അവർ അമ്പരന്നു പോയി. and his responses. തന്റെ പ്രതികരണത്തിൽ അവർ ആശ്ചര്യപ്പെട്ടു. Are you surprised that Jesus was a student of scripture? 12-ാം വയസ്സിൽ യേശു തിരുവെഴുത്തിന്റെ നല്ല ഒരു പഠിതാവായതിൽ എന്തെങ്കിലും അതിശയമുണ്ടോ? And that's why in Matthew 11 Jesus will say, come to me and learn from me. അതുകൊണ്ടാണ് യേശു മത്തായി 11 പറഞ്ഞത്, എന്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് പഠിപ്പീൻ. And many times Jesus teaches us through his chosen ones who he gifts to be teachers to the church. ദൈവസഭയ്ക്ക് ഉപദേഷ്ടാക്കന്മാരായി ദൈവം ദാനങ്ങളായി നൽകുന്ന വ്യക്തികളിൽ കൂടിയും നമ്മളെ പഠിപ്പിക്കാറുണ്ട്. When you read the song of Mary, you will understand that Mary's God, what is Mary's God? You will read when you മറിയുടെ read the song. കീർത്തനം നാം ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ മറിയുടെ ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. He is mindful. അവൻ ഓർക്കുന്ന He ദൈവമാണ്. is mighty. തൻ ബലവാനായ ദൈവമാണ്. He is merciful. തൻ കരുണയുള്ള ദൈവമാണ്. He does not give special place to the rich. ധനവാന്മാർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു ദൈവമല്ല. He brings down the mighty. ധനവാന്മാരെയും ബലവാന്മാരെയും താഴെ ഇറക്കുന്ന In ദൈവമാണ്. fact, in Luke chapter 6 and verse 20 and 24, ലൂക്കോസ് 6:20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ you find a different version of the Beatitudes from Matthew chapter മത്തായിയിൽ നിന്ന് 5. വ്യത്യസ്തമായ ഭാഗ്യവചനങ്ങളുടെ ഉദ്ധരണി നാം കാണുന്നു. Matthew 5 will say, blessed are the poor in spirit. മത്തായി 5:3 പറയുന്നത് ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാൻ. But look at Luke 6:20. എന്നാൽ ലൂക്കോസ് 6:21 നോക്കിയേ, Blessed are the poor. ദരിദ്രരായവർ ഭാഗ്യവാൻ. Makarioi hoi ptokoi. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. Not in spirit. ആത്മാവിലല്ല, Blessed are the poor. ദരിദ്രരായവർ. In other words, verse 24 says, 24-ാം വാക്യം പറയുന്നത്, woe to you who are rich. ധനവാന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. Wow. വളരെ വ്യത്യസ്തമായ ഭാഗ്യവചനം. That's why this is called good news to the poor. അതുകൊണ്ടാണ് ദരിദ്രന്മാരോട് ഉള്ള സദ്വർത്തമാനം എന്ന് We ഇതിനെ must വിളിക്കുന്നത്. always remember that our gospel should never sound as good news to the rich. ധനവാന്മാർക്ക് സുവിശേഷം നല്ല വർത്തമാനമായി തോന്നരുത്. This is the God Mary knows from scripture. തിരുവെഴുത്തിൽ നിന്ന് മറിയ കണ്ടെത്തിയ ദൈവം ഇവിടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. Jesus, that's why at the end of after resurrection, Luke 24 verse 44, he says, ലൂക്കോസ് 24:44 പുനരുത്ഥാനത്തിന് ശേഷം യേശു പറയുന്നത്, he said, all the scripture was fulfilled in him. തന്നിൽ എല്ലാ തിരുവെഴുത്തുകളും നിവർത്തിയായി. Why do we study the scripture? എന്തിനാണ് നാം തിരുവെഴുത്ത് പഠിക്കുന്നത്? So that we know how all of that is fulfilled in Jesus, so that we can be in Christ. നാം ക്രിസ്തുവിലായി തീരുവാനും ക്രിസ്തുവിൽ നിവർത്തിയായതെല്ലാം മനസ്സിലാക്കുവാനുമാണ് തിരുവെഴുത്ത് പഠിക്കുന്നത്. When the books of Psalms were put together, chapter 1 and 2 were written as introduction. സങ്കീർത്തന പുസ്തകത്തെ ക്രോഡീകരിച്ചപ്പോൾ 1-ാം സങ്കീർത്തനവും 2-ാം സങ്കീർത്തനവും ആമുഖമായിട്ട് We നൽകിയിരിക്കുക. do not know who the writers were. അതിന്റെ എഴുത്തുകാരാരാന്നറിയില്ല. But it begins like the opening gate to the book of Psalms is Psalm 1, talking about the blessed person. സങ്കീർത്തനം 1 സങ്കീർത്തനത്തിലേക്കുള്ള കവാടം ആരംഭിക്കുന്നത് ഭാഗ്യവാന്മാരുടെ ഒരു പട്ടികയിൽ നിന്നാണ്. And the verse 2 says, who is the blessed person? ആരാണ് ഭാഗ്യവാൻ? 2-ാം വാക്യം പറയുന്നു, They meditate on the law day and night. ന്യായപ്രമാണത്തിൽ രാവും പകലും ധ്യാനിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. We need to meditate on scripture so that our mind is transformed. നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുമാർ നാം രാവും പകലും തിരുവെടുത്ത് ധ്യാനിക്കണം. That's why Apostle Paul will focus on scripture in many passages. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിരുവെടുത്തിന് ഊന്നൽ കൊടുത്ത് വിവിധ വേദഭാഗങ്ങളിൽ പറയുന്നത്. Just have time to mention one of them, 2 Timothy 3:14, 15, 16. 2 തിമോത്തിയോസ് 3:14 മുതൽ 16 വരെയുള്ള He വാക്യങ്ങൾ. says all the scripture, by that he's referring to the Old Testament, is life-giving, is
inspired. എല്ലാ തിരുവെഴുത്തുകളും, അതിന്റെ അർത്ഥം പഴയ നിയമ തിരുവെഴുത്തുകൾ പ്രത്യേകാൽ ദൈവശ്വാസീയമാണ്. And he says it leads you to have wisdom. അത് ജ്ഞാനിയാക്കി തീർക്കുന്ന തിരുവെഴുത്താണ്. We need scripture so that we will learn to lead a wise and a godly life. ജ്ഞാനമുള്ള ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ തിരുവെഴുത്തിന്റെ പഠനം അനിവാര്യമാണ്. You and I have a treasure in our hands sometimes which we don't use enough. നാം ഒട്ടും വേണ്ട നിലയിൽ ഉപയോഗിക്കാത്തൊരു നിധിയാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. You and I have the treasure that even the people who have been called wise in the Old Testament like Solomon, they did not have it. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് പോലും ഇല്ലാത്ത വലിയ നിധിയാണ് നമ്മുടെ പക്കൽ തന്നിരിക്കുന്നത്. Solomon was called wise. ശലോമോൻ എന്ന ജ്ഞാനി എന്ന് വിളിച്ചിരിക്കുന്നു. But we look at his life and we realize he was not that wise. തന്റെ ജീവിതം പഠിക്കുമ്പോൾ അത്ര ജ്ഞാനമില്ലെന്ന് നമുക്ക് മനസ്സിലാകും. You and I have more resources to become wise. ജ്ഞാനിയാകുവാനുള്ള വലിയൊരു നിധിയാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. What are the two words I have given you? നാം ഇപ്പോൾ ചിന്തിച്ച രണ്ട് വാക്കുകൾ എന്താ? Servant, ദാസി, scripture, തിരുവെഴുത്ത്, or student of scripture. അല്ലെങ്കിൽ തിരുവെഴുത്തിന്റെ ഒരു പഠിതാവ്, വിദ്യാർത്ഥി. The third thing we learn from the life of Mary. മറിയയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന മൂന്നാമത്തെ പാഠം, After Jesus was born, യേശു ജനിച്ചതിന് ശേഷം chapter 2, രണ്ടാമധ്യായം, few weeks later, Mary and Joseph took Jesus to the temple. ചില ആഴ്ചകൾക്ക് ശേഷം യേശുവുമായിട്ട് അവർ ആലയത്തിൽ പോകുന്നു. Two wonderful people met them, രണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ അവരെ കണ്ടുമുട്ടി. Simeon and Anna. ശിമിയോനും അന്നയും. They don't have any position in the temple hierarchy, okay? അവർക്ക് ആലയത്തിൽ പ്രത്യേക സ്ഥാനമൊന്നുമില്ല ഈ രണ്ട് പ്രിയപ്പെട്ടവർക്ക്. You can have a wonderful ministry without any position. ഒരു പ്രത്യേക പദവി ഇല്ലാതെയും ഒരു വലിയ ശുശ്രൂഷ നിങ്ങൾക്ക് ആലയത്തിൽ ചെയ്യാം. He's just an old man, but he's full of the Holy ഒരു Spirit. വൃദ്ധനായ ശിമിയോൻ, പക്ഷെ പരിശുദ്ധാത്മാ നിറഞ്ഞ. Anna is also led by the Spirit. അന്നയും ആത്മാ നിറഞ്ഞവളാണ്. This 6-week-old baby Jesus, 6 ആഴ്ച മാത്രം or പ്രായമുള്ള maybe 7 weeks, and Simeon prophesied. ശിമിയോൻ ആ കുഞ്ഞിനെ കരങ്ങളിലേന്തി പ്രവചിക്കുകയാ. What did he say? എന്താണ് to the ദൂത് mother? പറഞ്ഞത്? If you read chapter 2 verse 34 and 35, 2:34-35 വാക്യങ്ങളിൽ ശിമിയോൻ, വയോധികനായ ശിമിയോൻ പറയുന്ന മറിയോടുള്ള ദൂത് എന്താ? one thing he says about this child will be like a prophet who will suffer. ഒരു കഷ്ടം അനുഭവിക്കുന്ന പ്രവാചകൻ പോലെയാണ് ഈ പിഞ്ചു കുഞ്ഞ്. And you, dear mother, അമ്മേ, പ്രിയ അമ്മേ, a sword will go through your soul. ഒരു വാൾ നിന്റെ ഹൃദയത്തിൽ കൂടി കടക്കും. What does that show? എന്താണത് കാണിക്കുന്നത്? To be a servant of Jesus in this world, ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ ഒരു ദാസനായി തീരണമെങ്കിൽ, to be a follower of this Jesus who took his own cross, സ്വന്തം കുരിശ് തോളിലേന്തി നടന്ന ഈ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ, we too have to carry our cross. നമ്മളും നമ്മുടെ കുരിശെടുത്തേ മതിയാകൂ. Every one of us may have a different cross, നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ ക്രൂശിന്റെ അനുഭവങ്ങൾ കാണും. but we cannot follow Jesus without a cross. ക്രൂശിനെ കൂടാതെ യേശുവിനെ അനുഗമിക്കാൻ There കഴിയത്തില്ല. is a price to be paid to be a servant of Jesus. യേശുവിന്റെ ദാസിയായി തീരണമെങ്കിൽ ഒരു വില മുടക്കിയേ മതിയാകൂ. And she paid a very heavy price. വളരെ വലിയ വില മുടക്കി വലിയ ത്യാഗം അനുഭവിച്ചു മറിയ. And to put that, Simeon calls it a sword will go through your അതിനെ soul. അർത്ഥമാക്കിക്കൊണ്ടാണ് ശിമിയോൻ പറയുന്നത്, നിന്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും. Jesus. യേശു. Hebrews chapter 12 and verse 2 says, എബ്രായർ 12:2 പറയുന്നത്, who for the joy set before him went through the cross. തന്റെ മുൻപിൽ വെച്ച സന്തോഷമോർത്ത് താൻ ക്രൂശിന്റെ അപമാനത്തെ അലക്ഷ്യമാക്കി നിന്നെ. You and I can go through the way of the cross because we know there is joy at the end. Hallelujah. ഇതിന്റെ അവസാനം ഒരു സന്തോഷം നമുക്ക് വെച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ക്രൂശിന്റെ വഴിയെ കഷ്ടതയെ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും. So the third word is suffering. മൂന്നാമത്തെ വാക്ക് കഷ്ടതയാണ്. It's not suffering that you grumble about. നിങ്ങൾ കുറ്റം പറഞ്ഞ് പിറുവിറുക്കുന്ന ഒരു കഷ്ടതയല്ല. It is a suffering that you want
to be participating in. നിങ്ങൾക്ക് പങ്കാളിയായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കഷ്ടത. So Paul will say in Philippians 3 and verse 10. അതാണ് ഫിലിപ്പിയർ 3:10 പൗലോസ് പറയുന്നത്. I want to know him എനിക്ക് അവനെ ഒന്ന് അറിയണം. in the power of his ആ resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. And I want to participate in his suffering. ആ കഷ്ടതയിൽ ഒരു കൂട്ടായ്മ എനിക്കും വേണം. Because he has understood the mystery of the kingdom. ആ ദൈവരാജ്യത്തിന്റെ മർമ്മം ഈ അപ്പോസ്തലൻ The തിരിച്ചറിഞ്ഞു. key of the kingdom is the cross. ക്രിസ്തുവിന്റെ ആ രാജ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ക്രൂശാണ്. It's not something that you grumble about or you're sad about, but you rejoice when you get to pay the price. വിഷാദത്തോടെ കുറ്റം പറഞ്ഞ് പിറുപിറുക്കുവാനുള്ള ഒരു അനുഭവമല്ല ഇത്. ക്രൂശിൽ ഒരു പങ്കാളിത്തം കിട്ടുമ്പോൾ അതിൽ സന്തോഷിക്കുക. So Jesus was trying his best to explain to his disciples, if you follow me, അതാണ് യേശു പലവട്ടം ശിഷ്യന്മാരെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്നെ അനുഗമിക്കുകയാണെങ്കിൽ you have to carry your own cross. നിങ്ങൾ നിങ്ങളുടെ ക്രൂശ് എടുത്തിട്ട് വേണം എന്നെ അനുഗമിക്കാൻ. You don't realize that is the greatest privilege you get. അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യ പദവിയാണെന്ന് നമ്മൾ To ചിന്തിക്കാറില്ല. pour out your life in sacrificial love. ആ ത്യാഗപൂർണമായ സ്വയതൃണവൽക്കരണത്തിന്റെ പാതയിൽ നമ്മളെ തന്നെ ഒഴിക്കുന്നതാണ് ഏറ്റവും വലിയ പദവി. And so we come to Apostle Paul in this. അതിലാണ് പൗലോസ് നമുക്കൊരു മാതൃക. Acts chapter 9. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം. This man is going towards Damascus and ദമസ്കോസിലേക്ക് Jesus പോകുക. graciously appears to him. അപ്പോൾ യേശു കരുണാ നിറഞ്ഞവനായി തനിക്ക് You പ്രത്യക്ഷനാകുക. know the story. നമുക്ക് ആ സംഭവം അറിയാം. Then Jesus finds a wonderful disciple in Damascus, Ananias. അനനയാസ് എന്ന് പറയുന്ന ഒരു നല്ല ശിഷ്യനെ കർത്താവ് കണ്ടെത്തുക. And he tells him, Ananias, I have an assignment for you. അനനയാസ് നിനക്ക് വേണ്ടി ഒരു ദൗത്യം ഞാൻ നൽകുകയാണ്. You have to go and meet this man called Saul. ശൗൽ എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ പോയി കാണണം. Ayo, Lord, don't you know who that is? ഈ വ്യക്തി ആരാണെന്ന് കർത്താവ് നിനക്ക് അറിയത്തില്ലേ? Sometimes in our prayers we try to educate God. നാം കർത്താവിന് ക്ലാസ് എടുക്കും പ്രാർത്ഥിക്കുമ്പോൾ. And what did Jesus say to him? എന്താ കർത്താവ് അനനയാസോട് പറഞ്ഞേ? Acts 9:15 and 16. അപ്പോസ്തലപ്രവൃത്തി 9:15-16. I have chosen him to be a very special instrument. He will stand even before kings for my sake. ഒരു പ്രത്യേക ഉപകരണമായി രാജാക്കന്മാരുടെയും നാടുവാഴികളുടെ മുൻപിൽ എനിക്ക് വേണ്ടി നിൽക്കാനുള്ള ദാസനാണ്. He's going to have international ministry. തനിക്ക് ലോകവ്യാപകമായ ഒരു ശുശ്രൂഷ ഉണ്ടാകാൻ പോകുകയാണ്. He can start an organization, Apostle Paul International Ministry. അപ്പോസ്റ്റൽ പൗൾ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഒരു ശുശ്രൂഷ തുടങ്ങുമാർ ലോകവ്യാപകമായ ഒരു സഞ്ചാര ശുശ്രൂഷ കൊടുക്കാൻ പോകുകയാണ്. Verse 16. പക്ഷെ 16-ാം വാക്യം കൂടെ നാം മറന്നു പോകരുത്. I will show him how much he will suffer for my name. എന്റെ നാമം നിമിത്തം താൻ എന്തൊക്കെ കഷ്ടം അനുഭവിക്കാൻ പോകുകയാണെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. When you feel your troubles are a lot, നിങ്ങളുടെ കഷ്ടത ഒത്തിരി ഭാരം ഒത്തിരി കൂടുതലാണെന്ന് തോന്നുമ്പോൾ just open 2 Corinthians chapter 11 2 കൊരിന്ത്യർ 11-ാം അധ്യായം ഒന്ന് and തുറന്നിട്ട് start reading the second part അതിന്റെ രണ്ടാം ഭാഗം ഒന്ന് മനസ്സിരുത്തി from verse 22. 22 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. Just slowly read it out aloud. വാ തുറന്നൊന്ന് ഉറക്കെ പതിയെ വായിച്ചാൽ Because മതി. when we grumble, we are allowed. We tell our things loudly, no? നമ്മൾ ഈ പിറുപിറുക്കുമ്പോൾ ഇച്ചിരി ഒച്ചത്തിലല്ലേ പിറുപിറുക്കുന്നത്. You read it loudly. അതേ പിറുപിറുപ്പിന്റെ ഒച്ചയിൽ തന്നെ ഈ പൗലോസ് പോയ ആ വഴികൾ ഒന്ന് വായിച്ചാലും Then you will stop grumbling about your pain and trouble. നിങ്ങളുടെ വേദനയും ദുരിതവും കഷ്ടതയെക്കുറിച്ചുള്ള പിറുപിറുപ്പ് അന്ന് അവസാനിക്കും. And then begin to enter into this wonderful mystery that actually, if we get the privilege of paying a price for the sake of the cross, it is a great privilege. അപ്പോഴാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം കാണാൻ നമ്മുടെ കണ്ണ് തുറക്കുന്നത്. ദൈവരാജ്യം നിമിത്തം ക്രൂശിന്റെ വഴിയിലെ കഷ്ടത സഹിക്കുവാൻ നമുക്കൊരു ഭാഗ്യം കിട്ടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. Hallelujah. ഹല്ലേലൂയ. Quickly, let me show you something from the life of Mary that you may not have noticed. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത മറിയയുടെ ജീവിതത്തിലെ ഒരു കാര്യം കൂടെ ഞാൻ കാണിക്കട്ടെ. Mary, when the angels, after the birth of Jesus, the angels came and they left in chapter 2 verse 19. 2:19 ദൂതന്മാർ വന്ന് The shepherds came and went. ഇടയന്മാർ വന്ന് കുഞ്ഞിനെ കണ്ടുപോയതിനു ശേഷം It says Mary treasured all these things and pondered them in her heart. മറിയ ഇതൊക്കെ തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഇത് ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. What is the word in Malayalam? സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു. Now when we read that
in English treasure, it feels like you keep it nicely packed and it's a very nice thing and you keep it nicely in the cupboard. ഇംഗ്ലീഷിൽ നിധി എന്ന സംഗ്രഹിച്ചെന്ന വാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതിഞ്ഞു കെട്ടി അലമാറിയിൽ പൂട്ടി വെക്കുന്ന ഒരു കാര്യം പോലെ ഇരിക്കുന്നു. But that's probably not what it means. അതിന്റെ അർത്ഥം അതല്ല. One possible way to look at this is അതിനെ ഇങ്ങനെ നാം നോക്കണം. the verb that Luke uses, sunterio. ലുക്കിയൂസ് സുൻഡേറിയോ എന്ന പ്രയോഗം നാം നോക്കുമ്പോൾ A similar verb is used in the Old Testament Greek translation. പഴയ നിയമത്തിന്റെ യവനായ തർജ്ജിമയിൽ ഇതേ പ്രയോഗം നാം കാണുന്നത് In Daniel chapter 7 verse 28, ദാനിയേൽ 7:28 നാം കാണുന്നത് Daniel sees a vision that is troubling him. He is completely disturbed and he says he kept all these things in his heart. തന്നെ ഏറ്റവും വിഷമിക്കുന്ന ഒരു ദർശനം താൻ കണ്ട് താൻ ഉള്ളിൽ അതിനെ സംഗ്രഹിച്ചു. You know, when the shepherds came and went, Mary is not saying, let me take a selfie to remember this wonderful event. ഇടയന്മാർ പോയതിനു ശേഷം ഒരു സെൽഫി എടുക്കട്ടെ, ഇത് നല്ലൊരു ഓർമ്മയാണ്, മെമ്മറി ആണെന്നല്ല മറിയ പറയുന്നത്. Mary is struggling to understand what is happening. എന്താ സംഭവിക്കുന്നതെന്ന് മറിയയ്ക്ക് മനസ്സിലാകുന്നില്ല. There is another place 12 years later we read chapter 2 verse 51. 2:51 മറിയ വീണ്ടും ഒരു ആശയക്കുഴപ്പത്തിലാണ്. 12 years later, the same story which we mentioned, after all this happens in the temple, when they are going back, Jesus speaks to his mother, "Mother, did you not realize I'll be doing something related to my father?" 2:51 മറിയോട് യേശു ചോദിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിൽ ഉള്ളതിൽ ഇരിക്കേണ്ടതല്ലേ? No, in 51 it says Mary treasured all these things in her മറിയ heart. ഇത് സംഗ്രഹിച്ചു എന്ന് എഴുതിയിരിക്കുക. The Greek verb there, diaterio, is used, which is also used in Genesis 37:11. ഉൽപ്പത്തി 37:11 ഉപയോഗിച്ചിരിക്കുന്ന ഡിയാറ്റെറിയോ എന്ന പ്രയോഗം What is that? എന്താണ് അതിന്റെ അർത്ഥം? It's a story where Joseph tells his dream to his father Jacob. യോസഫ് തന്റെ അപ്പനായ യാക്കോബിനോട് തന്റെ സ്വപ്നം പറയുന്ന കഥയാ. And the father is very upset with him. ഈ സ്വപ്നം കേൾക്കുമ്പോൾ അപ്പന് തന്നെ പ്രയാസം തോന്നുകയാ. He says, "What do you think? We think your mother and we and all of us will bow down to you?" നിന്റെ അമ്മയും ഞാനും സഹോദരനും നിനക്ക് വണങ്ങാൻ പോകുകയാണോ? And Jacob is disturbed, യാക്കോബ് വളരെ പ്രശ്നത്തിലാകുക. but he keeps all this in his mind. അത് തന്റെ മനസ്സിൽ താൻ വെക്കുകയാ. Mary's life was not an easy life. മറിയയുടെ ജീവിതം അത്ര എളുപ്പമുള്ള ജീവിതമല്ലായിരുന്നു. As she saw her son growing, she began to remember the message and prophecy of Simeon. ശിമിയോന്റെ വചനങ്ങൾ, പ്രവചനങ്ങൾ ഈ യേശു വളർന്നു വരുംതോറും തന്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തു And വരുമായിരുന്നു. when she saw her son preaching openly, she could hear people were planning to kill him. യേശു പൊതുവിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ കൊല്ലുവാനുള്ള ഗൂഢാലോചനകളും തന്റെ കർണപുടങ്ങളിൽ മുടങ്ങിക്കേട്ടു. And which mother ഏതമ്മ can tolerate seeing her beloved son bleeding naked on a cruel Roman cross? ഒരു നികൃഷ്ടമായ റോമൻ ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന രക്തം വാഴ്ന്നൊഴുകുന്ന മകന്റെ കാഴ്ച ഏതമ്മയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയും? Mary is called blessed because she was willing to bear the price. മറിയ ഭാഗ്യവതിയാകാൻ കാരണം ആ വില കൊടുക്കുവാൻ താൻ തയ്യാറായിരുന്നു. Hallelujah. ഹല്ലേലൂയ. When we follow Jesus, നാം യേശുവിനെ അനുഗമിക്കുമ്പോൾ we are called to be servants. നാം ദാസന്മാരാകുവാൻ വിളിക്കപ്പെട്ടവരാ. In that is hidden all that is required of a servant, humility. ഏറ്റവും അനിവാര്യമായ ഘടകം താഴ്മയാണ്. It's very difficult to define humility, താഴ്മയെ വ്യാഖ്യാനിക്കുവാൻ വളരെ പാടാ. but that's what our God is. നമ്മുടെ ദൈവം അവിടുന്ന് അങ്ങനെയാണ്, താഴ്മയുള്ളവനാ. You know, we may say many things about God is this, God is that, God is holy, God is love, God is all that. But we rarely think of God as being humble. നമ്മുടെ ദൈവം വലിയവനാണ്, മഹത്വമുള്ളവനാണ്, വിശുദ്ധനാണ്, സ്നേഹമാണെന്നെല്ലാം സത്യമാണ്. പക്ഷെ നമ്മുടെ ദൈവം താഴ്മയുള്ളവനാണ്. Because Jesus revealed that God to us. ആ ദൈവത്തെയാണ്, താഴ്മയുള്ള ദൈവത്തെയാണ് യേശു വെളിപ്പെടുത്തിയത്. We are called to be servants of God. ഈ ദൈവത്തിന്റെ ദാസന്മാരായി തീരുവാൻ വിളിക്കപ്പെട്ടവരാ All of us. നാം എല്ലാവരും. We are called to be servants of God, our brothers and sisters. All of സഹോദരി us. സഹോദരന്മാർ, നാം ഓരോരുത്തരും ദാസന്മാരാകാൻ വിളിക്കപ്പെട്ടവർ. Wherever God has called you. നമ്മളെ എവിടൊക്കെ കർത്താവ് വിളിച്ചിട്ടുണ്ട്.
Secondly, we are called to be students of Scripture. രണ്ട് തിരുവെഴുത്തിന്റെ പഠിതാക്കളായി വിദ്യാർത്ഥികളായി മാറാൻ വിളിക്കപ്പെട്ടു. Why? Because it's life-giving wisdom. അതാണ് ജീവൻ നൽകുന്ന ജ്ഞാനം. Thirdly, we are മൂന്നാമത്, called to bear and carry the price for following Jesus. ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടതിനുള്ള വില കൊടുക്കുവാൻ കഷ്ടതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് നാം. Fourthly, when നാലാം, we see this, sometimes you say, it is so difficult. How can I do this? ഈ ജീവിതം എനിക്ക് അസാധ്യമാണെന്ന് നാം ഇത് ധ്യാനിക്കുമ്പോൾ തന്നെ ഇത് എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് നാം ചിന്തിക്കും. Mary said that മറിയത് പറഞ്ഞു, to the angel. ദൂതനോട് പറഞ്ഞു, How can all this be ഇത് possible? എങ്ങനെ സംഭവിക്കും? What is the answer? എന്താണ് ഉത്തരം? Chapter 1, verse 35. 1:35 മറുപടി, താക്കോൽ. The Holy Spirit will come upon you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ. Hallelujah. ഹല്ലേലൂയ. We cannot do all this in our own strength. നാം ചിന്തിച്ച ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ബലത്തിൽ കഴിയത്തില്ല പ്രിയരേ. Hallelujah. ഹല്ലേലൂയ. It is the Holy Spirit. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. That's why we read in Acts chapter 1, verse 8, Jesus, after the resurrection, reminded his disciples, the Holy Spirit will come upon you to help you to live this life. അപ്പോസ്തലർ പ്രവൃത്തി 1:8 ഇതാണ് കർത്താവ് താൻ വാങ്ങിപ്പോകുമ്പോൾ പറയുന്നത്, ഈ ജീവിതം ജീവിക്കുവാൻ അനുഗമനത്തിന്റെ പാതയിൽ നിങ്ങളെ ശക്തീകരിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. Remember, Jesus was empowered by the Holy Spirit ഈ himself. യേശുവിനെ ശക്തീകരിച്ചത് ഈ പരിശുദ്ധാത്മാവ്. When he was being baptized in Luke 3:22, we read, the Holy Spirit came upon him in a special way. ലൂക്കോസ് 3:22 താൻ സ്നാനജലത്തിൽ നിന്ന് പൊന്തി വരുമ്പോൾ ആത്മാവ് പ്രത്യേക നിലയിൽ തന്റെ മേൽ വരികയാണ്. We read in Acts chapter 2 and verse 32 and 33, when Peter is preaching on the day of Pentecost, he said he was a man full of the Holy Spirit, talking about Jesus. അപ്പോസ്തലർ 2:32-33 വാക്യങ്ങളിൽ അവൻ ആത്മപൂർണനായവനായിരുന്നു എന്ന് പത്രോസ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. And we know in the book of Acts chapter 2, when the Holy Spirit came on 120, they represented the whole church. നോക്കിയേ, 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സഭയെ മൊത്തം ആത്മപൂരിതമാക്കി തീർക്കുകയാണ്. The millions and millions of God's people through the centuries. ഈ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ എല്ലാ നൂറ്റാണ്ടുകളിലും കോടിക്കണക്കിനുള്ള ദൈവ മക്കളെയും നയിച്ചത് ഈ ആത്മാവാണ്. How can we be followers of Jesus? നാം എങ്ങനെ യേശുവിന്റെ അനുയായികളായി തീരും? How can we live a blessed life? ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യമായ ജീവിതം എങ്ങനെ നയിക്കാം? We need the power of the Holy Spirit. നമുക്ക് ആത്മശക്തി Hallelujah. അടിയന്തരമായ ആവശ്യമാണ്. That's why in Acts chapter 9, അതുകൊണ്ട് അപ്പോസ്തലർ 9 അധ്യായത്തിൽ after Ananias and Jesus had this conversation, അനനയാസും യേശുവിന്റെ ഈ സംഭാഷണത്തിന് ശേഷം Ananias goes to Paul, അനനിയാസ് പൗലോസിന്റെ അടുക്കൽ പോകുന്നു. 9:17, 9:17 he says, Brother Saul. സഹോദരനായ ശൗലേ. I think the greatest title should be brother only. ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് സഹോദരൻ എന്നാ. It's not reverend and doctor and apostle and whatever else. അപ്പോസ്തലനോ റെവറൻഡോ ഡോക്ടറോ എന്നല്ല, അതിനേക്കാൾ വലിയ പദവിയാണ്, അഭിസംബോധന വാക്കാണ്. Ananias gave that to Saul. അനനിയാസ് ആ ഒരു തസ്തിക, ആ ഒരു ബഹുമതി ഈ ശൗലിന് കൊടുക്കുക. Brother Saul. സഹോദരനായ ശൗലേ, The Jesus who met you on the road has sent me. നീ വഴി വെച്ച് കണ്ടുമുട്ടിയ യേശു എന്നെ അയച്ചിരിക്കുകയാണ്. Send me to pray for you. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ You're അയച്ചിരിക്കുക. going to be healed. നീ സൗഖ്യമാകാൻ പോകുക. Has sent me so that you may see again. വീണ്ടും നീ കണ്ണു തുറന്ന് കാണാൻ പോകുക. And അത് മാത്രമല്ല, be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി. That's why Apostle Paul, throughout his letters, he talks about being filled with the Holy Spirit. അതുകൊണ്ടാണ് തന്റെ ലേഖനങ്ങളിൽ പൗലോസ് വീണ്ടും വീണ്ടും ആത്മനിറവിനെ He കുറിച്ച് says, walk in the Spirit, ഈ ആത്മാവിനനുസരിച്ച് നടക്കുക, so that you will not fulfill the lusts of the flesh. ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കാതിരിപ്പാൻ. We are following Jesus. നാം യേശുവിനെയാണ് അനുഗമിക്കുന്നത്. God has given us many gifts of brothers and sisters we can learn from. നാം പഠിക്കേണ്ടതിന് നമുക്ക് സഹായമായി ദാനങ്ങളായി ഒത്തിരി സഹോദരി സഹോദരന്മാരെ നമുക്ക് തന്നിട്ടുണ്ട്. In scripture, Mary, the mother of Jesus, is also a model to learn from. നാം പഠിക്കേണ്ട ഒരു ദാത്ത മാതൃകയാണ് യേശുവിന്റെ അമ്മയാകുന്ന മറിയ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ശിക്ഷ. 4 things we learned today. 4 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. Number 1, ഒന്നാമത്തെ കാര്യം, servant. ദാസി. Who's going to be the servant? ആരാണ് ദാസിയാകാൻ പോകുന്നത്? Preachers just like us only? ഞങ്ങളെ പോലുള്ള പ്രസംഗർ മാത്രമാണോ? We are the ones who are always called,
Karthavinte Dasan. ഞങ്ങൾ എപ്പോഴും ദാസന്മാർ, കർത്താവിന്റെ ദാസന്മാരെന്നാ വിളിക്കുന്നത്. Don't believe us when we say that. അത് ഞങ്ങൾ പറയുമ്പോൾ ഇനി വിശ്വസിക്കരുത്. Every one of us is called to be a servant എല്ലാവരും of Jesus. നിങ്ങളെ ഓരോരുത്തരെയും ദൈവദാസന്മാരായി ദാസികളായി കണ്ടിരിക്കുക. Hallelujah. ഹല്ലേലൂയ. Number 2, രണ്ടാമത്തെ കാര്യം Scripture. തിരുവെഴുത്ത്. To be a passionate student of Scripture. ഏറ്റവും ആവേശോജ്വലമായി തിരുവെഴുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാറണം. Number 3, മൂന്നാമത്തെ കാര്യം suffering. കഷ്ടത. Or in the language of Mary, the sword. മറിയയുടെ ഭാഷയിൽ പ്രാണനിൽ കൂടി കടന്നു പോകുന്ന വാൾ. Number 4, നാലാമത്തെ കാര്യം the Holy Spirit. പരിശുദ്ധാത്മാവ്. Hallelujah. ഹല്ലേലൂയ. Can we stand to our feet as we pray? നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവർക്കും ഒരു നിമിഷം അവരുടെ സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? Just take a moment, close your eyes. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Put your hand on your heart for a minute. നിങ്ങളുടെ മാർവിൽ നിങ്ങളുടെ കരം വെച്ച് നിങ്ങൾ ഒരു നിമിഷം ദൈവം മുൻപിൽ നിൽക്കുമോ? And say, Lord, help me കർത്താവേ എന്നെ സഹായിക്കണമേ. to be a blessed servant. ദാസി, അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യം ലഭിച്ചൊരു ദാസിയായി തീരുവാൻ. A blessed servant of Jesus. യേശുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദാസനായി, ദാസിയായി മാറുവാൻ. Help me to see everything you have called me to do as the way to serve you. അങ്ങേ സേവിക്കുവാൻ കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന എല്ലാ വഴികളും എല്ലാ വിളികളും എൻ്റെ ജീവിതത്തിലുള്ളത് തിരിച്ചറിയുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. Help me, Lord. എന്നെ സഹായിക്കണമേ.